ജോലി സമയം 10 മണിക്കൂറാക്കി തൊഴിൽ ചട്ടങ്ങളിൽ മാറ്റം വരുത്താൻ ആന്ധ്രാപ്രദേശ് നിക്ഷേപങ്ങൾ ആകർഷിക്കാനാണെന്നാണ് ഇതിൽ സർക്കാർ നൽകുന്ന വിശദീകരണം. മുഹമ്മദ് റഹീസ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. റഹീസ്, ആന്ധ്രാപ്രദേശിൽ പുതിയ തൊഴിൽ ചട്ടങ്ങൾ വരുന്നു. അതിൽ 10 മണിക്കൂർ മിനിമം ജോലി സമയം എന്ന രീതിയിലേക്ക് മാറുന്നു. 6 മണിക്കൂർ ജോലി ചെയ്യുക, പിന്നീട് 1 മണിക്കൂർ വിശ്രമം. അങ്ങനെയൊക്കെയാണ് പുതിയ മാറ്റങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മാറ്റം എന്നാണ് സർക്കാർ പറയുന്നത്? നിക്ഷേപങ്ങളെ ആകർഷിക്കാനും ഒപ്പം തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനുമാണ് എന്നാണ് വിശദീകരണം. മാത്രമല്ല, തൊഴിൽ മന്ത്രി പറയുന്നത് ഇത് തൊഴിലാളികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നിയമമായി മാറും, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന നിയമമായി മാറും എന്നൊക്കെയാണ്. പക്ഷേ നിലവിൽ എന്തായാലും ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളം അവിടെ അത്തരത്തിൽ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു നീക്കമല്ല ഈ തീരുമാനത്തിന് പിന്നാലെ വരുന്നത്. പ്രതിപക്ഷ പാർട്ടികളൊക്കെ പ്രതിഷേധമാക്കുന്നുണ്ട്. നിലവിൽ ഈ നിയമം പറയുന്നത് തൊഴിൽ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് പരമാവധി 9 മണിക്കൂർ വരെ ജോലി സമയം എന്ന നിയമം 10 മണിക്കൂറായി മാറ്റുകയാണ്. അതായത് 10 മണിക്കൂർ ഇനി ജോലി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. നിലവിൽ 9 മണിക്കൂറാണ് ജോലി സമയം. മാത്രമല്ല, ഈ 5 മണിക്കൂർ ജോലി ചെയ്താൽ 1 മണിക്കൂർ വിശ്രമം നൽകണം എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള നിയമം. അത് ഈ 5 മണിക്കൂർ എന്നുള്ളത് 6 മണിക്കൂർ ആക്കിയിരിക്കുന്നു. അപ്പോൾ 6 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ ജോലി ചെയ്തതിനു ശേഷം 1 മണിക്കൂർ വിശ്രമം എന്ന നയത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ മന്ത്രിസഭാ യോഗം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യത്തിനൊരു അന്തിമ തീരുമാനം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്ത്രീകൾക്ക് അനുകൂലമായ രീതിയിൽ രാത്രികാല ഷിഫ്റ്റുകളിൽ ഇളവ് നൽകും എന്നുള്ളൊരു തീരുമാനം കൂടി കൊണ്ടുവന്നിരിക്കുന്നു. ഇതിലെ മന്ത്രി പറഞ്ഞ ഒരു ന്യായീകരണം, കൂടുതൽ ജോലി ചെയ്താൽ കൂടുതൽ സമ്പാദിക്കാമല്ലോ എന്നുള്ളൊരു വിശദീകരണമാണ് മന്ത്രി ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഈ എക്സ്ട്രാ അവേഴ്സ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തമായ നിയമം ഉണ്ടായിരുന്നു. ഇത്ര മണിക്കൂർ മാത്രമേ ഒരാഴ്ചയിൽ എക്സ്ട്രാ വർക്കിംഗ് അവേഴ്സ് ആയി നൽകാൻ പാടുള്ളൂ എന്ന്. പക്ഷേ ഇപ്പോൾ അതിലും ഏതാണ്ട് വലിയ വർധനവ് വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ കാര്യമായ പ്രതിഷേധങ്ങൾ ഉയരുന്നു. പ്രത്യേകിച്ച് CPI ഈ വിഷയത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു അഭിപ്രായവുമായി CPI രംഗത്തെത്തിയിട്ടുണ്ട്.